ശുഭചേച്ചി അതിനിടെ ഒരു ചെറിയ ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അടുത്തത് ചോദിക്കാം. ശുഭചേച്ചി ചോദിച്ചോളൂ. ഓക്കെ. ഈ സീനിയർ റാണി ജൂനിയർ റാണി എന്നുള്ള അവർ രണ്ടുപേരുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാരണം കൊണ്ടാണോ സീനിയർ റാണിയാണ് ബാംഗ്ലൂർക്ക് പോയത്, ജൂനിയർ റാണി ഇവിടെ തന്നെ? അതിനെ പറ്റി എന്തെങ്കിലും ഞാൻ വായിച്ചില്ല, ബുക്ക്, താങ്കളുടെ ബുക്ക് വായിച്ചില്ല, പ്രതിപാദിക്കുന്നുണ്ട്. പറയാം ഞാന്. അത് ശരിക്കും ഈ സീനിയർ റാണി ബാംഗ്ലൂരിൽ പോയത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമാണ്. ഞാൻ ഈ പുസ്തകത്തില് 1948 വരെയുള്ള കാര്യങ്ങളെ പറയുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞു, ചില സൂചനകളിൽ കൂടി ഞാൻ വിശദീകരിച്ചില്ല. 1948 ശേഷം സീനിയർ റാണി താമസിച്ചിരുന്നത് പൂജപ്പുരയിലെ സെതൽമണ്ട് പാലസിലാണ്. ഈ സെതൽമണ്ട്, അതിന്റെ സെതൽമണ്ട് എന്ന് കേൾക്കുമ്പോൾ സേതു ലക്ഷ്മി മൗണ്ട് എന്നുള്ളതിന്റെ ചുരുക്ക പേരാണ്. ആ സേതു ലക്ഷ്മി മനോഹരമായ കൊളോണിയൽ ശൈലിയിലുള്ള ഒരു കെട്ടിടമാണ്. ഇപ്പൊ സാധാരണഗതിയില് ചിത്തിര തിരുനാൾ താമസിക്കുന്നതും കവടിയാർ പാലസിലാണ്. അപ്പൊ ആ കവടിയാർ പാലസ് എന്ന് പറയുന്നത് ചിത്തിര തിരുനാളിന്റെ ജന്മാവകാശമായിട്ട് കിട്ടിയതല്ല, അദ്ദേഹം രാജാവായതുകൊണ്ട് കിട്ടിയതാണ്. ആ നിലയിൽ നോക്കുമ്പോൾ സെതൽമണ്ട് പാലസ് എന്ന് പറയുന്നത് എല്ലാം ഈ പറയുന്ന സേതു ലക്ഷ്മിബായിക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് കൊടുക്കാതെ സേതു ലക്ഷ്മിബായി താമസിച്ചിരുന്ന ആ സെതൽമൗണ്ട് പാലസ് എന്ന് പറയുന്നത് ട്രാവൻകൂർ റോയൽ ഹൗസിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമയുദ്ധം ആരംഭിച്ചു. ആ നിയമയുദ്ധത്തില് നമുക്കറിയാമല്ലോ, നിയമയുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നീണ്ടുപോകും. അതിനകത്ത് എതിർഭാഗം വക്കീലിനെ മറുഭാഗം വക്കീലിനെ കൊണ്ട് സ്വാധീനിക്കുക, ഇതെല്ലാം സാധാരണമാണ്. അവിടെ പലതും നടന്നിരിക്കാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനത് അന്വേഷിച്ചിട്ടുമില്ല. ഒരു കാര്യം തീർച്ച, ഈ സെതൽമണ്ട് പാലസ് റാണിക്ക് നഷ്ടപ്പെടും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നഷ്ടപ്പെടും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സീനിയർ റാണി ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അതിനിടയ്ക്ക് കൊട്ടാരത്തിലെ ജീവനക്കാര് ഒരു സമരം നടത്തുന്നു. അത് വളരെ നിർഭാഗ്യകരമായൊരു കാര്യമാണ്. ആ കൊട്ടാരത്തിലെ ജീവനക്കാർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമേ സീനിയർ റാണി ആഹാരം കഴിക്കുകയുള്ളൂ. അത്രയധികം ഒരു അമ്മയെ പോലെ കരുതൽ ബാല്യക്കാരോട് കാണിക്കുന്ന ഒരു മഹതിയായിരുന്നു സേതു ലക്ഷ്മിബായി. എന്നിട്ടും അവിടെ സമരം ഉണ്ടായി. അത് വേറെ CPIM-ന്റെ പ്രേരണയിലാണ് സമരം ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണ് ആ സമരം നടത്തുന്നത്. ആ അവരുടെ തൊഴിലാളി സമരം വന്നു, സത്യാഗ്രഹം വന്നു. അതോടുകൂടി അതും ഒരു കാരണമായി ബാംഗ്ലൂരിലേക്ക് പോകുക. പിന്നീട് അവരുടെ പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് ബാംഗ്ലൂരിലാണ് താമസിച്ചത്. അവരൊരിക്കലും പിന്നീട് തിരുവിതാംകൂറിലേക്ക് മടങ്ങി വന്നിരുന്നില്ല. അവിടെ ഓർക്കണം, വിമൻസ് കോളേജിനെ ഒരു സീനിയർ ഗ്രേഡ് കോളേജാക്കിയ മഹതിയാണ്. കൂട്ടുകുടുംബം, അതായത് മക്കത്തായം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ്. അതിനു മുമ്പ് മരുമക്കത്തായമായിരുന്നു. മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്ക് ഈ പിന്തുടർച്ച ക്രമം മാറ്റിയ ആളാണ്. ദേവദാസി സമ്പ്രദായം അവസാനിപ്പിച്ച ആളാണ്. തീർന്നില്ല, ജന്തു ബലി നിർത്തലാക്കിയ ആളാണ്. തീർന്നില്ല, വലിയ എസ്റ്റേറ്റുകൾ കണ്ണൻ ദേവൻ ഹിൽസിൽ ആരംഭിക്കുന്നതിന് അനുകൂലമായ നടപടി എടുത്ത ആളാണ്. അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. ഗാന്ധിജി 2 തവണ ഈ സേതു ലക്ഷ്മിബായിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, 2 തവണ സന്ദർശിച്ചിട്ടുണ്ട്. ഗാന്ധിയെ അത്ഭുതപ്പെടുത്തിയത് സേതു ലക്ഷ്മിബായിയുടെ ലാളിത്യമാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെയാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. അതിൽ ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ CP രാമസ്വാമി അതിന് അനുകൂലമായിരുന്നു, അദ്ദേഹത്തെ അതിന് സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹം നമ്മൾ ഇന്ന് പറയുന്ന ബ്രാഹ്മണിക്കൽ ഹെഡ്ജിമണി നമ്മൾ ഒരുപക്ഷെ ആരോപിക്കാൻ തോന്നുന്ന ഒരാളാണ്, അങ്ങനെ ആൾക്കാർ ഒരുപക്ഷെ വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം മാർഗദർശിയായിരുന്നു, ദീർഘദർശിയായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് ബൈ ബർത്ത് ബ്രാഹ്മിൻ ആയിരിക്കും, പക്ഷേ അദ്ദേഹം തിയോസഫിസ്റ്റ് ആയിരുന്നു. ബ്രഹ്മവിദ്യയിൽ വിശ്വസിച്ചിരുന്ന തിയോസഫിസ്റ്റ് ആയിരുന്നു. ആനി ബസന്റുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, പിരിഞ്ഞു, അതൊക്കെ ശരിയാണ്.
പക്ഷെ അവസാന ശ്വാസം വരെയും അദ്ദേഹം തിയോസഫിസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു തിയോസഫിസ്റ്റ്, ഈ ബ്രാഹ്മിൻ ഹെഗിമണി എന്നൊക്കെ അങ്ങനെ ഒരു തിയോസഫിസ്റ്റിനെ ആരോപിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ ഒരു അഭിഭാഷകനായതുകൊണ്ട് മദ്രാസിലെ സാധാരണക്കാരുടെയും അധസ്ഥിതരുടെയും ഒക്കെ യാതനകള് നേരിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഭാവിയെപ്പറ്റി, ഇന്ത്യയുടെ നാളെയെപ്പറ്റിയൊക്കെ അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിന്റെയൊക്കെ ഭാഗമായിട്ട്. പക്ഷേ അതുപോലെ തന്നെ വ്യക്തതയില്ലെങ്കിലും ചിത്തിര തിരുനാളിനും ഈ അവർണർക്ക് ക്ഷേത്രപ്രവേശനം കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഗാന്ധി 1925 വരുമ്പോൾ റീജന്റ് റാണിയെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ഈ വിഷയം ഉന്നയിക്കുകയും ഞാനും അതിന് അനുകൂലമാണ്, പക്ഷെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഭാവി ഭരണാധികാരിയായ ഈ കുട്ടിയാണ്, ഈ കുമാരനാണെന്ന് പറയുകയും ഗാന്ധിജി ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തലയാട്ടുകയും ചെയ്ത കാര്യം നമുക്കറിയാം. അപ്പൊ ചിത്തിര തിരുനാളിന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് നടപ്പിലാക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായി. ആ തടസ്സങ്ങളെല്ലാം അതിവിദഗ്ധമായി അതിജീവിച്ചതിന് നമുക്ക് CP രാമസ്വാമി അയ്യർക്ക് 100-ൽ 100 മാർക്ക്. ഞാൻ ഈ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാത്ത കാര്യങ്ങൾ. അതായത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ അനുമതി വേണം അന്ന് മതപരമായ കാര്യങ്ങളിൽ. അപ്പൊ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഒരു സ്ഥിതപ്രജ്ഞനൊന്നും ആയിരുന്നില്ല അന്നത്തെ ആൾ. അപ്പൊ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളോട് പറഞ്ഞു രാജാവിന്റെ കാര്യം വളരെ വിഷമത്തിലാണ്, അതുകൊണ്ട് അവിടുത്തെ അന്നത്തെ ചില കമ്മ്യൂണൽ പോളിറ്റിക്സ് ഉണ്ട്, നിവർത്തന പ്രക്ഷോഭത്തിന്റെയും മറ്റു നാളുകളിൽ ഉണ്ടായത്, അതൊക്കെ ഒന്ന് പറഞ്ഞു ഹിന്ദു യൂണിറ്റി അനിവാര്യമാണ്, തമ്പ്രാക്കളുടെ അനുവാദം വേണം. തമ്പ്രാക്കൾ പറഞ്ഞു ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ തമ്പ്രാക്കളുടെ ഒക്കെ ഈ CP രാമസ്വാമി അയ്യരെ ഗിഫ്റ്റായിട്ട് ഒരു കാറ് കൊടുക്കുകയാണ്. CP രാമസ്വാമി അയ്യർ ഉപയോഗിച്ച കാറ് ആലുവ പാലസിൽ വെച്ചാണ്. അത് കഴിഞ്ഞിട്ട് തമ്പ്രാക്കളുടെ ഒപ്പും വാങ്ങിച്ചു. തമ്പ്രാക്കൾ ആദവനാട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ യാഥാസ്ഥിതികരായ ബ്രാഹ്മണര് തമ്പ്രാക്കളുടെ അടുത്ത് പറഞ്ഞു, എന്തൊരു അബദ്ധമാണ് ഈ കാണിച്ചത് എന്ന് പറഞ്ഞു. തമ്പ്രാക്കളുടെ കയ്യിൽ നിന്നൊരു പ്രസ് നോട്ട് വാങ്ങിച്ചു. എന്താണ്? അവർണരെ ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിക്കരുത്. അത് കൊടുത്തു. പത്രങ്ങളിൽ വാർത്തയായി. വീണ്ടും CP രാമസ്വാമി ഇടപെടുന്നു. ഇത്തവണ തമ്പ്രാക്കളെ കാണുന്നേയില്ല. തമ്പ്രാക്കളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടൊരു വക്കീലുണ്ട്, ആ വക്കീലിനെയാണ് കാണുന്നത്. മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വീണ്ടും തമ്പ്രാക്കളുടെ കയ്യൊപ്പ് വാങ്ങിക്കുകയാണ്. അപ്പൊ എല്ലാ സാമം ദാനം ഭേദ്യം ഒഴിച്ചുള്ള എല്ലാ തന്ത്രങ്ങളും CP രാമസ്വാമിയെ പ്രയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. 100-ൽ 100 മാർക്ക് CPക്ക് കൊടുക്കണം. അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് നടത്തിയെടുക്കണമെന്ന് പൂർണ്ണമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടത്തിയെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുമായിരുന്നു, അല്ലെ? മാത്രമല്ല, നമ്മൾ TK മാധവനെ പോലെയുള്ള ജനകീയ നേതാക്കന്മാരെ കുറിച്ച് മറക്കരുത്. തന്ത്രശാലിയായ CV കുഞ്ഞിരാമന്റെ സംഭാവനകൾ വിസ്മരിക്കരുത്. ഞാന് ആ ഭാഗം ഇവിടെ പറയുന്നുണ്ട്. ആ കാക്കിനട സമ്മേളനത്തിൽ പോയതും അത് കഴിഞ്ഞിട്ട് വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയൊക്കെ ഞാൻ വളരെ വിശദമായി പറയുന്നുണ്ട്. ഞാൻ ആകെ കൂടി ഈ പുസ്തകത്തില് പറയുന്നത് ഈ പ്രജയിൽ ഈ തിരുവിതാംകൂർ രാജവംശത്തിന്റെ അവസാന കാലഘട്ടത്തെ പറ്റിയാണ് പറയുന്നത്. അതിനാണ് ഊന്നൽ. അതിനു മുമ്പുള്ള ചരിത്രം പറയുന്നുണ്ട്, പക്ഷെ അവസാനം അതിലേക്ക് അവസാനിപ്പിക്കുകയാണ്. അതിൽ ഞാൻ പറയുന്നത് അത് പ്രജയിൽ നിന്ന് പൗരനിലേക്കുള്ളൊരു മാറ്റം എങ്ങനെ തിരുവിതാംകൂർ സംഭവിച്ചു. ഇതാണ് ഞാൻ ഈ പുസ്തകത്തിൽ പ്രധാനമായി പറയുന്നത്. പ്രജയിൽ നിന്ന് പൗരനിലേക്കുള്ള മാറ്റം. സാന്ദർഭികമായിട്ട് മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വതന്ത്രമായി തീരുമാനമെടുക്കുവാൻ ചിത്തിര തിരുനാളിന് കഴിവില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു സമാധാനമായ ഒരു കുടുംബ ജീവിതം ഉണ്ടായില്ല. വിവാഹം കഴിക്കാനായിട്ട് അന്നത്തെ ദ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ആയിരുന്നു. അദ്ദേഹത്തിനെ വിവാഹം പ്രപ്പോസ് ചെയ്യുന്നത് രാജകുടുംബങ്ങളിൽ നിന്നാണ്. അമ്മ മഹാറാണി അതിനെല്ലാം ഇടം കൊള്ളും. അവസാനം അമ്മ മഹാറാണിയുടെ അത് വിശദാംശങ്ങളിലേക്ക് പുസ്തകത്തിൽ ഞാൻ ചില സൂചനകളിൽ പറയുന്നു.
അതിൽ ഒരു ചോദ്യം പുന്നപ്ര വയലാർ ഷൂട്ടൗട്ടിനെ പറ്റിയിട്ടുള്ളതാണ്, വെടിവെപ്പിനെ പറ്റിയിട്ടുള്ളതാണ്. അത് CP-ക്ക് പറ്റിയ ഒരു അബദ്ധമാണെന്ന് സാർ ഒരിടത്ത് എഴുതി, അല്ലെങ്കിൽ ആ ഒരു ധ്വനിയിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയല്ല, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണെന്ന് പിൽക്കാലത്ത് കൺഫസ് ചെയ്തു. പക്ഷെ അന്ന് CP രാമസ്വാമിയുടെ മനോഭാവം അതായിരുന്നില്ല. അന്ന് ഒരു വിപ്ലവത്തെ അമർച്ച ചെയ്ത് ആളാവണമെന്ന് CP രാമസ്വാമിയർക്ക് ഉണ്ടായിരുന്നു. രക്തസാക്ഷികളെ സൃഷ്ടിക്കണമെന്ന് പാർട്ടിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതായത് ഈ രണ്ടുപേരെയും ഞാൻ കുറ്റക്കാരായിട്ട് കാണുക. പാർട്ടിയിലെ തീവ്രവാദികളായ നേതാക്കന്മാർ, TV തോമസിനെ പോലെയുള്ള, സുഗതനെ പോലെയുള്ള നേതാക്കന്മാർ ആദ്യം മുതലേ ഈ ആംഡ് റെവല്യൂഷന് എതിരായിരുന്നു. പാർട്ടിയിലെ വിവേകമുള്ള ആളുകൾ. പക്ഷെ അതിനകത്ത് തീവ്രവാദികളുണ്ട്. കുന്തക്കാരൻ പത്രോസ്, S കുമാരൻ, കുമാരപ്പണിക്കർ, അങ്ങനെ ഒരുപാട് പേര്. അവരും കുറ്റക്കാരാണ്. CP രാമസ്വാമി അയ്യരും കുറ്റക്കാരാണെന്നാണ് CP രാമസ്വാമി അയ്യരുടെ ആജ്ഞാനുവർത്തികൾ. ആ ആജ്ഞാനുവർത്തികളിൽ സിനിമാ നടൻ സത്യനും ഉണ്ട് എന്ന് ഓർക്കണം. പക്ഷെ ഇനി ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ മരണസംഖ്യയെ പറ്റിയാണ്. അതിന്റെ മരണസംഖ്യയിലെ ഗവൺമെന്റ് കണക്കുകൾ എന്ന് പറയുന്നത് 190 പേരെന്നാണ്. ഒരിക്കലും അതല്ല. 500 പേരെന്നാണ് KC ജോർജ്, കമ്മ്യൂണിസ്റ്റ് നേതാവ്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയത്. അതും ശരിയല്ല. ഒരു 900,000 ഇടയ്ക്ക് ആളുകൾ മരിച്ചിരിക്കും. എന്നാൽ ഹിന്ദു പത്രം പറയുന്നത് 7,000 പേര് മരിച്ചു എന്നാണ്. അത് ശരിയല്ല. അതെ, അതിൽ അമ്മ മഹാറാണിക്ക് എന്തെങ്കിലും കൈയുണ്ടായിരുന്നോ ഈ ഒരു അമർച്ച ചെയ്യുന്നതിൽ? ഇല്ലില്ല. അമ്മ മഹാറാണി അതിന്റെ ഒരു അതിലെ തന്റെ രാജ്യത്ത് നടക്കുന്ന ഒരു അനാർക്കിയെ ഒരു അനുഭാവത്തോടെ കാണുകയില്ല. ഇത് മാത്രമല്ല, സർവ്വസൈന്യാധിപനായിരിക്കുന്നത് ആരാണ്? CP രാമസ്വാമിയെ. CP രാമസ്വാമിയെ ശരിയേ ചെയ്യൂ എന്ന വിശ്വാസക്കാരിയാണ്.